ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? റമദാൻ 4 ആയില്ലേ? എങ്ങനെ പോകുന്നു നിങ്ങൾ റമദാനൊക്കെ? എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്രീമി മക്രോണിയും എഗ് ബോക്സും ആണ്. അപ്പോൾ ക്രീമി മക്രോണിക്ക് ഉള്ള ക്യാരറ്റും വെല്ലുള്ളിയും മല്ലിയിലയും പച്ചമുളകും അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം ക്യാപ്സിക്കം കൂടി അമ്മ എരിയുന്നുണ്ട്. ആദ്യം മക്രോണി വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് മിക്സാക്കിയ ചിക്കൻ ഓയിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ പൊരിഞ്ഞ് വന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എരിഞ്ഞ് വെച്ച വെല്ലുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം പേസ്റ്റാക്കിയ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം കുറച്ച് ഒഴിക്കാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുരുമുളക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് അടിച്ചേക്കാം. അങ്ങനെ തുറന്നിട്ട് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം അമ്മ ഒരു വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പാല് പാർന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിലേക്ക് നമ്മൾ ഒറിഗാനോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാമ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നന്നായി ക്രീം ആയിട്ടുണ്ടാക്കി നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. അതിൻ്റെ ശേഷം അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി അളീനെടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പാൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വത്തക്ക ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി വത്തക്ക ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ജ്യൂസൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആൻറ്റി വത്തക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്തിരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ആൻറ്റി. ഇനി മമ്മ മുട്ട ബോക്സ് ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടിയുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി മമ്മ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നന്നായിട്ട് കറിവേപ്പിൻ്റെയും മുളകും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം അമ്മ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം ആൻറ്റി മുട്ട പിഴിഞ്ഞത് തോലൊക്കെ വെച്ച് മുറിച്ചൊക്കെയാണ്. മുട്ട ബോക്സ് ഉണ്ടാക്കുകയാണ് അമ്മ. അതിൽ മസാലയൊക്കെ വെച്ച് മുട്ട വെച്ചിട്ട് റോൾ ചെയ്യുക.
അതിൻ്റെ ശേഷം അമ്മ ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ചാട്ടേക്ക് ഓയിൽ ഒഴിച്ച് അത് മുട്ട ബോക്സ് പൊരിച്ചെടുക്കുകയാണ്. മമ്മ പൊരിച്ചെടുക്കുമ്പോൾ ഞാൻ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാങ്കൊക്കെ എടുത്ത് നമ്മൾ നോമ്പൊക്കെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ച് സിക്കറൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയുള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.